ഈ സമയത്ത് രണ്ടുപേർക്കുള്ള ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇവൾ കേൾക്കില്ല ഡോക്ടർ. ഈ സമയത്ത് നല്ലപോലെ ആഹാരം കഴിക്കണ്ടേ? ഇതെല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പ്രതീഷ്. ഗർഭിണിയാണെന്ന് അറിയുന്ന ദിവസം മുതൽ ബന്ധുക്കൾ എല്ലാവരും കൂടെ ഗർഭിണിക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങും. ആഹാരം കഴിപ്പിച്ച് 15-20 കിലോയൊക്കെയാണ് ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. എന്നാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വെയിറ്റ് ആയിക്കോട്ടെ വെറും 2 കിലോ, ചിലപ്പോൾ 3 കിലോ, മാക്സിമം 4 അല്ലെങ്കിൽ 4.5 കിലോ. അപ്പോൾ ബാക്കിയുള്ള 20 കിലോ കൂടിയതിലെ 15 കിലോ പിന്നെ ഗർഭിണി കുറയ്ക്കണ്ടേ പ്രസവിച്ചതിന് ശേഷം? സോ എനിക്ക് പറയാനുള്ളത്, ഗർഭിണികൾ ഒരിക്കലും 2 പേർക്കുള്ള ആഹാരം വെച്ച് 3 നേരം കഴിക്കേണ്ട ആവശ്യമില്ല. അവരവർക്ക് ആവശ്യത്തിനുള്ള വിശപ്പിനുള്ള ആഹാരം കഴിച്ചാൽ മതി. പക്ഷേ കഴിക്കുന്ന ആഹാരം സത്തുക്കൾ നിറഞ്ഞതും ധാതുക്കൾ നിറഞ്ഞതും ആയിരിക്കണം. അങ്ങനെ ആഹാരം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ രക്തത്തിൽ നിന്നും ആ ന്യൂട്രിയൻസ് കുഞ്ഞിലേക്ക് പുക്കിൾക്കൊഴി വഴി ചെല്ലുകയുള്ളൂ. അല്ലാതെ 3 നേരം 2 പേർക്കുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ നിയന്ത്രിതമായിട്ട് വെയിറ്റ് കൂടുകയും അത് കാരണം പ്രഗ്നൻസിയിൽ BP, ഷുഗർ, പിന്നെ കൊഴുപ്പടിഞ്ഞത് കാരണം നോർമൽ ഡെലിവറിക്കുള്ള ബുദ്ധിമുട്ട്, വെയിറ്റ് കുഞ്ഞിൻ്റെ കൂടിയത് കാരണവും നോർമൽ ഡെലിവറിക്കുള്ള ബുദ്ധിമുട്ട് വരിക, കൂടുതലും സിസേറിയൻ ആയി പോവുക, അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരിക്കലും ഓവർ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിൻ്റെ ഒരു ആവശ്യം പ്രഗ്നൻസിയിലില്ല. ആവശ്യത്തിന് വിശപ്പിനുള്ള ധാതുക്കളും സത്തുക്കളും നിറഞ്ഞ ഗുണപ്രദമായിട്ടുള്ള ഗുണമുള്ള ആഹാരം മാത്രം കഴിക്കേണ്ടതുള്ളൂ. 2 പേർക്കുള്ള ആഹാരമല്ല, ഒരാൾക്കുള്ള ആഹാരം തന്നെ, എന്നാൽ ഗുണം നിറഞ്ഞത് കഴിക്കേണ്ടതേ ഉള്ളൂ.